നമസ്കാരം. അസ്സലാമു അലൈക്കും. ഇത് നമ്മളെ വീടിൻ്റെ പൊന്നരിയത്താണ് ഈ സ്ഥലം. ഇവിടെ മുമ്പ് കാലത്ത് റോഡൊന്നുമില്ല, പിന്നെ റോഡൊക്കെ വന്നതാണ്. ഇവിടെ നമ്മളെ പഴയ കാലത്ത് ബാത്റൂം കഴിഞ്ഞാൽ അവിടെ ഒരു സീമക്കൊന്ന ഇതൊക്കെ ഉണ്ടായിന്. അപ്പോൾ പിന്നെ പാറയും കല്ലും ഇതൊക്കെ പൊട്ടിച്ച് ഇത് പറയുകയാണെങ്കിൽ ഇതിലെ ഒരു വരമ്പായിനി സൈഡിൽ കൂടി ഇങ്ങനെ മതിലായിരുന്നു. പിന്നെ ആ മതിൽ പോക്കി പിന്നെ റോഡൊക്കെ വന്നില്ല. അങ്ങനെ അതിൻ്റെ മുമ്പ് ഇവിടെ കൈതച്ചക്കൻ്റെ ഒരു സംഭവം നിറച്ചും ഇവിടെ കൈതച്ചക്കൻ്റെ ഭാഗം ഈ സൈഡിലും അതുപോലെ തന്നെ പാറമലൊക്കെ ഞങ്ങൾ പുരണ്ടാക്കാൻ വേണ്ടി കല്ലൊക്കെ ഇവിടെ നിന്ന് പാറ പൊട്ടിച്ചാണ് ഞങ്ങളെടുത്തത്. ഇവിടെ കൈതച്ചക്കൻ്റെ ഒരു തോപ്പ് തന്നെ ഭയങ്കര. എന്നിട്ട് കൈതച്ചക്ക ഒടിച്ച് കൊണ്ടുപോയി ഞങ്ങൾ പുറത്തൊക്കെ കൊടുക്കലേനി, അടുത്ത കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കലേനി. അതുപോലെ തന്നെ ഇതിപ്പോൾ ഈ പാറൻ്റെ പ്രത്യേകത തന്നെ കാണാൻ ഈ പാറ ഇവിടെ ഒരു ജീപ്പ് പോലത്തെ ഒരു പാറ ഉണ്ടായിരുന്നു ആദ്യം. ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരു ജീപ്പ് പോലത്തെ പാറ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ ജീപ്പിൻ്റെ മുകളിൽ കയറിങ്ങാണ്ട് ഓമശ്ശേരി, കൊടുവള്ളി, മാനിപുരം ഇങ്ങനെ വിളിക്കേനി ചെറുപ്പത്തിൽ. ചെറിയ കുഞ്ഞുങ്ങളെ ആ സന്ദർഭത്തിൽ ഇവിടെ ജീപ്പ് പോലത്തെ പാറ ഇങ്ങനെ ഉണ്ടായി, അതിമ കയറിങ്ങാണ്ട് അങ്ങനെ കളിക്കേനി. അതുപോലെ തന്നെ ഞങ്ങൾ ഈ കാട്ടിൽ ഇവിടുന്ന് അപ്പൻ്റെ ഇല പറിച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഞങ്ങളിങ്ങനെ പീടിക കച്ചവടമൊക്കെ കളിക്കൂലേ ചെറുപ്പത്തിൽ. അങ്ങനെ ചെറുപ്പത്തിൽ പീടിക കച്ചവടമൊക്കെ കളിക്കാൻ വേണ്ടി ഇവിടുന്ന് ഇങ്ങനെ അപ്പൻ്റെ ഇലയും അതും ഇതുമൊക്കെ അങ്ങനെ പറിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കളിക്കേനി. എന്നിട്ട് പന്തലൊക്കെ കെട്ടിയിട്ട് പിന്നെ കുട്ടികളെ കളി ഉണ്ടായാലോ, പന്തൽ കെട്ടിങ്ങാണ്ട് കച്ചവടം എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന പരിപാടി ഉണ്ടായില്ലോ, അങ്ങനെയൊക്കെ കളിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ പറമ്പ് എന്ന് വെച്ച് കാണാൻ പറമ്പ് എല്ലാ ഭാഗവും പാറുള്ള ഓരോ ഭാഗങ്ങളാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാറൻ്റെ ഒരു ഏരിയ. ഇവിടെ സ്ഥലം ഞങ്ങൾക്ക് ആകെ 24 സെൻറ്റേ ഉണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ റോഡിനൊക്കെ കൊടുത്ത് പിന്നെ അങ്ങനെയൊക്കെയാണ്. അപ്പുറത്ത് ജ്യേഷ്ഠനാണ് കൊണ്ട്, ഇപ്പുറത്ത് ഞാനാണ്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഒരു ഉപ്പുപാറുണ്ട് ഇങ്ങനെ സൈഡിൽ കൂടിയൊക്കെ. ഇവിടെ അടുപ്പ് കൂട്ടിയാണ് ഒരു ഉപ്പുപാറ ഈ സൈഡിലൊക്കെ. അതൊക്കെ വാപ്പുള്ള കാലത്ത് ഞങ്ങൾ തന്നെ പൊട്ടിച്ച് പൊടിയാക്കി പറമ്പാക്കി എടുത്തതാണ് ഈ സംഭവം. ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാറ ഈ സൈഡിൽ. അതുപോലെ തന്നെ ഈ പാറൻ്റെ മുകളിൽ കുറേ ഈ പീനാറി എന്ന സാധനം ഉണ്ടായി. ഇതിൻ്റെ ഉള്ളിലും കുറേ കൈതൻ്റെ കൂടും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. പീനാറി ഉണ്ടായിരുന്നു, വേറെ എന്തൊക്കെ മരങ്ങളൊക്കെ ഉണ്ടായി, സീമക്കൊന്ന അങ്ങനത്തെ ഒക്കെ പിന്നെ ഒക്കെ പൊട്ടിച്ചിട്ടാഞ്ഞ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പാറകളൊക്കെ ഉണ്ടായി. ഇവിടെയൊക്കെ പാറൊക്കെ എന്നിട്ട് അണ്ണന്മാരെ വിളിച്ച് മുറിപ്പിച്ചാണ് ഇതൊക്കെ കെട്ടിയത്, ഈ റോഡിനൊക്കെ കെട്ടിയതുമൊക്കെ. അതുപോലെ തന്നെ ഈ സൈഡിൽ പറഞ്ഞു നോക്കുമ്പോൾ ഈ സൈഡിൽ ഞങ്ങൾ കുറേ ഉപ്പുപാറ പോലത്തെ പാറകളുണ്ട്. അത് പൊടിച്ച അതിൻ്റെ ബാക്കി പാറകളാണ് ഇപ്പോൾ ഉള്ള പാറകളൊക്കെയാണ് ഈ പാറ. കണ്ടോ ഈ പാറ, അതിന് ബാക്കിയുള്ള പാറ കുറേ ഉപ്പുപാറ അടുപ്പ് കൂട്ടിയാണ് പാറകളുണ്ടായി. അപ്പോൾ ഉള്ള കാലത്ത് ഞങ്ങൾ എല്ലാവരും കൂടി ആമർ കൊണ്ടും അതുപോലെ തന്നെ ഞങ്ങൾ കമ്പിപ്പാറ കൊണ്ടൊന്ന് കുത്തി പൊടിച്ചിട്ട് ഒരു പറമ്പാക്കി എടുത്തതാണ് സംഭവം ഈ സ്ഥലം. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഹലോ ഗൈസ്, എല്ലാവരും പിന്നെ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അമർത്തുക. ഓക്കെ.